നമസ്കാരം. സ്വാതന്ത്ര്യകാംക്ഷികളുടെ ആത്യന്തികമായി ചേക്കേറാനുള്ള ഇടമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നായിരുന്നു അടുത്ത കാലം വരെയുള്ള വിശ്വാസം. കൃത്യമായി പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ അധികാരം ഏറ്റെടുക്കുന്നത് വരെയുള്ള വിശ്വാസം. അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സ്വാതന്ത്ര്യദാഹികൾ അമേരിക്ക ലക്ഷ്യമാക്കി പറന്നു. അവരിൽ മിക്കവരും സ്വന്തം രാജ്യം നൽകിയ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പഠനം നടത്തി ടെക്നിക്കലി സ്കിൽഡ്, പ്രൊഫഷണലി ക്വാളിഫൈഡ് ആളുകൾ അമേരിക്കയിൽ ചെന്ന് ഒരുപക്ഷെ അവർ കൂടുതലും പഠനം അവിടെ നടത്തി ആ സമൂഹത്തിൻ്റെ ഭാഗമായി മാറുന്നു. അതിനായി പൗരത്വത്തിലേക്കുള്ള ചവിട്ടുപടിയായി അവർ ഉപയോഗിക്കുന്ന പ്രധാന മാർഗമാണ് പെർമനന്റ് റെസിഡൻസി അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് എന്ന് പറയുന്നത്. അതൊരു അവകാശമാണ്, ഒരു അനുഭവമാണ്, ഒക്കെയാണ്. അങ്ങനെ ആയിരുന്നു എന്ന് പറയുന്നതാണ് ശരി. ഇനി അങ്ങനെ ആകണം എന്നില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. 1952 ഒരു പ്രത്യേക ആക്ട് അനുസരിച്ച് അമേരിക്കയുടെ ഫോറിൻ സെക്രട്ടറിക്ക്, അതായത് വിദേശകാര്യ വകുപ്പിന്, അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനായി ഏത് ഗ്രീൻ കാർഡ് ഹോൾഡറെയും മാതൃരാജ്യത്തേക്ക് പറഞ്ഞു വിടാവുന്നതേ ഉള്ളൂ. പൗരത്വം കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത്രയും കാലം ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സ് ആത്യന്തികമായി പൗരത്വത്തിലേക്ക് പ്രവേശിക്കുന്ന അല്ലെങ്കിൽ അത് റീറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കില്ല എന്ന് നിശ്ചയമായി അതിനുള്ള കാറ്റലിസ്റ്റായി പ്രവർത്തിച്ചതൊരു സംഭവമാണ്. അതിന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ മധ്യ പൗരസ്ത്യ പ്രദേശത്തേക്ക് ക്ഷണിക്കുന്നു. ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള പ്രശ്നത്തിൽ ഗാസയിൽ കൊടുമ്പിരിക്കൊണ്ട യുദ്ധം നടന്ന കഴിഞ്ഞ 1.5 വർഷം. ആ കാലത്ത് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളിൽ വിവിധങ്ങളായ പ്രതിഷേധം നടന്നു. അപ്പം ലോകത്തെവിടെയെല്ലാം പ്രശ്നങ്ങൾ നടക്കുമ്പോഴും അമേരിക്കയിലെ സർവകലാശാലകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രതിഷേധിക്കാൻ അവസരമുണ്ട്, അവകാശമുണ്ട്. അതുകൊണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വളരെ വലിയ വില കൊടുക്കുന്ന ഒരു ഭരണഘടനയും രാജ്യവുമാണ് അമേരിക്ക. അതുകൊണ്ട് ലോകത്തിൻ്റെ പല വിഷയങ്ങൾ, ഇന്ത്യയിൽ നടക്കുന്ന വിഷയങ്ങൾ, ഇപ്പം സിഖ് വിഷയം, ഇതെല്ലാം അഭിപ്രായ പ്രകടനത്തിൻ്റെ രൂപത്തിൽ അമേരിക്കയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. ആ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയിലെ ഒരു ഗ്രീൻ കാർഡ് ഹോൾഡർ, അത് മധ്യ പൗരസ്ത്യ പ്രദേശത്തു നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരനാണ്, മഹമ്മൂദ് ഖാലിദ്. അവിടെ തീവ്രമായി ഈ പലസ്തീനിയൻസിനോടുള്ള ഇസ്രയേലിൻ്റെ അടിച്ചമർത്തൽ നയത്തിനെതിരെ ഉഗ്രമായി പൊട്ടിത്തെറിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും പ്രക്ഷോഭം നയിക്കുകയും ഒക്കെ ചെയ്തു. അപ്പം ഇതൊരു നിത്യസംഭവമായതുകൊണ്ട് ആരും ഗൗരവമായി കരുതില്ല. അമേരിക്കയുടെ മണ്ണിൽ വെച്ച് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടല്ലോ. പക്ഷേ JD വാൻസ് പറയുന്നു, പൗരന്മാർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കാം, പക്ഷേ ഗ്രീൻ കാർഡ് കയ്യിൽ വെച്ചിട്ട് ഗ്രീൻ കാർഡ് ഹോൾഡറായ മുഹമ്മദ് ഖാലിദ് അത് ചെയ്തത് അമേരിക്കൻ നിയമത്തിനെതിരാണ്. അദ്ദേഹത്തെ ഡീപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ഹീ ഈസ് ഇമ്മീഡിയറ്റ്ലി ഡിപ്പോർട്ടഡ്. ആ തീരുമാനമാണ് എടുത്തത്. അപ്പം അതിനർത്ഥം എന്താണ്? അപ്പം അദ്ദേഹം JD വാൻസ് ഉദ്ധരിക്കുന്നത് 1952 ആ ഒരു ആക്ടാണ്. അത് ഇതുവരെ ഇൻവോക്ക് ചെയ്തിരുന്നില്ല വ്യാപകമായി. ഇനിയിപ്പോൾ അങ്ങനെ ഒരു കാര്യം ഇൻവോക്ക് ചെയ്യാൻ അമേരിക്ക നയപരമായി തീരുമാനമെടുത്തു എന്നതിൻ്റെ സൂചനയാണ്. നോക്കൂ, നമ്മുടെ H-1B വിസയിൽ എത്തിച്ചേർന്നവർ, ഗ്രീൻ കാർഡ് ഉള്ളവർ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ്, 10,000-കണക്കിന് മലയാളികളാണ് അവിടെ. അവരുടെ മോഹങ്ങളാണ്. അപ്പം ഗ്രീൻ കാർഡ് എന്ന് പറയുന്നത് അവിടെ ഒരു സുരക്ഷ, അവിടെ തുടർന്നു കൊള്ളാം, അവിടെ പെർമനൻ്റായി വസിക്കാനാവും എന്നതാണ്. അത് ക്യാൻസൽ ചെയ്യപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ദീർഘകാലം അമേരിക്കയിൽ നിന്നും മാറി നിന്നാൽ ഒരു നിബന്ധനയുണ്ട്. ഇത്ര കാലാവധി അവിടെ നിന്ന് അമേരിക്കയിൽ നിന്ന് മാറി നിന്നാൽ അതൊരു പക്ഷേ റദ്ദ് ചെയ്യപ്പെടാം. അല്ല എങ്കിൽ അമേരിക്കക്കെതിരെ എന്തെങ്കിലും നീക്കങ്ങൾ നടത്തണം. ഇതങ്ങനെയൊന്നുമല്ല. അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ, പ്രത്യേകിച്ച് വിദേശ രാജ്യത്ത് നടക്കുന്ന ഒരു കാര്യത്തിലുള്ള അഭിപ്രായ പ്രകടനത്തിൻ്റെ പേരിൽ ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സിനെ തിരിച്ചയക്കാം എന്നാണെങ്കിൽ അതിനർത്ഥം ഇറ്റ് ഈസ് ബിക്കമിങ് ഹൈലി വൾണറബിൾ. അപ്പം അമേരിക്കയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ അമേരിക്കയിൽ എത്തിപ്പെട്ട ആളുകൾ ജാഗ്രതാപൂർവമായി പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഒരുപക്ഷെ ഈ വീഡിയോയുടെ ഇതിവൃത്തം. രാഷ്ട്രീയ പരാമർശങ്ങൾ അടങ്ങുന്ന, അത് അന്താരാഷ്ട്ര രാഷ്ട്രീയമായിക്കൊള്ളട്ടെ ആഭ്യന്തര രാഷ്ട്രീയമായിക്കൊള്ളട്ടെ, ആ പരാമർശങ്ങൾ അടങ്ങുന്ന എന്തെങ്കിലും കണ്ടന്റ് പോസ്റ്റ് ചെയ്യുകയോ എന്തെങ്കിലും പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുകയോ
പബ്ലിക് സ്പേസിൽ, പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരികയോ ചെയ്താൽ അത് അമേരിക്കൻ സ്റ്റേറ്റിൻ്റെ സുരക്ഷയ്ക്കെതിരെയുള്ള ഭീഷണിയായി കണ്ടുകൊണ്ട് ഭരണകൂടം നിങ്ങളെ അനഭിമതരായി പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഇവിടെ കൂടുതലാണ്. അതുകൊണ്ട് ആ ഓപ്ഷൻ ട്രംപ് ഭരണകൂടം നിർവഹിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഈ സംഭവത്തിൽ വരികൾക്കിടയിലൂടെ വായിക്കേണ്ട കാര്യം. അതിന് പകരമായി ഇപ്പം ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സിനെയോ അല്ലെങ്കിൽ H-1 വിസയിൽ എത്തുന്നവരെയോ അല്ല അമേരിക്ക പ്രധാനമായി കാണുന്നത്. ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു കാർഡുണ്ട്, ഗോൾഡ് കാർഡ്. അതായത് $5 മില്യൺ മുടക്കുകയാണെങ്കിൽ ഒരു ഗോൾഡ് കാർഡ് കൈവശപ്പെടുത്താം. അത് എംപ്ലോയിക്കോ ആർക്ക് വേണമെങ്കിലും ആകാം, അല്ലെങ്കിൽ സ്വന്തമായി അവിടെ ചെല്ലാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ പണം അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അമേരിക്കയെ വലിയ തോതിലുള്ള ഡെറ്റിൽ നിന്നും, കടക്കെണിയിൽ നിന്നും കരകയറ്റാൻ ട്രംപ് കണ്ടുപിടിച്ച ഏറ്റവും എളുപ്പമാർഗം, ഷോർട്ട് കട്ട് ആയി വേണമെങ്കിൽ ഈ ഗോൾഡ് കാർഡിനെ കാണാം. അപ്പോൾ ഗോൾഡ് കാർഡുമായി അമേരിക്കയിൽ എത്തുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള, ചൈനയോ ഇന്ത്യയോ ജപ്പാനോ ഒക്കെ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലെ ആളുകൾക്ക് മുന്തിയ പരിഗണന ലഭിക്കുകയും ട്രഡീഷണൽ ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ H-1B വിസയിലെത്തി കഠിനമായ ജോലികൾ ചെയ്ത് ഭാവിയിൽ ഭാര്യ മക്കൾ എല്ലാവരും വന്ന് അമേരിക്കയിൽ സ്ഥിരതാമസമാകാൻ, സിറ്റിസൺഷിപ്പ് എടുക്കാൻ മോഹിക്കുന്ന ആളുകൾക്ക് അത്ര എളുപ്പമാവില്ല കാര്യങ്ങൾ. ക്വാളിറ്റേറ്റീവ് കൺസിഡറേഷൻ, ക്വാളിറ്റി മെറിറ്റ്, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിദേശത്തു നിന്ന് ഞങ്ങൾ ആളെ എടുക്കാം. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വലിയ തോതിലാണ് വിദേശത്തു നിന്നുള്ള ആളുകൾ വന്ന് പെടുന്നത്. അവർക്ക് മെച്ചപ്പെട്ട അവസരങ്ങൾ അമേരിക്കയിൽ ലഭിക്കുന്നുണ്ട്, മെച്ചപ്പെട്ട ശമ്പളം ലഭിക്കുന്നുണ്ട്, ജീവിത ഉപാധികൾ ലഭിക്കുന്നുണ്ട് എന്നത് വസ്തുതാപരമായി ശരിയാണ്. പക്ഷേ അതൊരു പെർമനൻ്റായ ഒരു കാഴ്ചപ്പാടായി, അല്ലെങ്കിൽ അവിടെ എക്കാലത്തും വസിച്ചുകൊള്ളാമെന്ന് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കാൻ വരട്ടെ. ചില നിബന്ധനകൾ കൂടിയുണ്ട്. അവർക്ക് ആത്യന്തികമായി പൗരത്വത്തിലെത്താൻ കഴിഞ്ഞാൽ ഓക്കെ, അല്ല എങ്കിൽ ആ ഒരു ജസ്റ്റേഷൻ പീരീഡിൽ എന്തും സംഭവിക്കാം എന്നതിലേക്കാണ് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് അമേരിക്കയെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറയുന്നതിൻ്റെ ഒരു അംശമെന്ന് പറയുന്നത് അമേരിക്കയെ ഗുണമേന്മയുള്ള, വിത്തിൻ കോട്ട്സ് ഗുണമേന്മയുള്ള രാജ്യമായി, ഗുണമേന്മയുള്ള പൗരന്മാരെ മാത്രം, പ്രത്യേകിച്ച് ഹൈലി സ്കിൽഡ് പ്രൊഫഷണലുകൾ, നല്ല പണം അമേരിക്കയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നവർ, അല്ലാതെ അമേരിക്കയിൽ ജോലി ചെയ്ത് അമേരിക്കയിൽ നിന്നും പണം പുറത്തേക്ക് കടത്തുന്നവരെ അല്ല ആവശ്യം. അമേരിക്കയിലേക്ക് പണം കൊണ്ടുവരാൻ, അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള പണച്ചാക്കുകളെയും ശാസ്ത്ര സാങ്കേതിക വിദഗ്ധന്മാരെയും മാത്രം മതി. ഭാഗ്യ അന്വേഷികളെ വേണ്ട എന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുന്ന ട്രംപ് അഡ്മിനിസ്ട്രേഷൻ JD വാൻസിനെ കൊണ്ട് ഇങ്ങനെ പറയുകയാണ്. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന ആ ഒരു ആക്ട് പുറത്താക്കൽ സാധ്യമാണ്. അല്ലെങ്കിൽ ദേശവിരുദ്ധ കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ട് മുൻകാലങ്ങളിൽ തന്നെ, രാജഭരണ കാലത്ത് തന്നെ ഉണ്ടായിരുന്നൊരു കാര്യമാണ്. അനഭിമതരായി ഒരാളെ കണ്ടാൽ, രാജാവിന് വിരുദ്ധനായി അല്ലെങ്കിൽ രാജാവിൻ്റെ പദ്ധതികൾക്ക് എഗൻസ്റ്റായി ഏതെങ്കിലും ഒരു വ്യക്തി പരിഗണിക്കപ്പെട്ടാൽ അദ്ദേഹത്തെ രാജാവിന് വിരുദ്ധനെന്നല്ല, രാജ്യദ്രോഹിയായി അദ്ദേഹത്തിൻ്റെ മേൽ രാജ്യദ്രോഹം കുറ്റം ചുമത്തി അദ്ദേഹത്തെ കൽത്തുറങ്കിൽ അടയ്ക്കുന്ന ഒരു സമീപനം, അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കുന്ന ഒരു സമീപനം, അത് ജനാധിപത്യ അമേരിക്കയിലും അഭംഗുരം തുടരുന്നു. അതുകൊണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം പൗരന്മാർക്ക് മാത്രമുള്ളതാണ്. അതിനും റെസ്ട്രിക്ഷൻസ് ഒരുപക്ഷെ വന്നേക്കാം. അല്ലാതെ ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സിന്, പെർമനന്റ് റെസിഡൻസ് ഉള്ളവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഇനി പഴയതുപോലെ ഉണ്ടാവില്ല എന്നത് കട്ടായം.